ബൈബിൾ പറയുന്ന മറ്റൊരു അത്തിമരമുണ്ട്, മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരം. അതിനെ രണ്ടു തരത്തിൽ നമ്മൾ കാണണം. മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിമരം എന്ന് പറഞ്ഞാൽ വളക്കൂറുള്ള മണ്ണിൽ മൾട്ടി ക്രോപ്സ് എന്നൊക്കെ പറയും, മറ്റു കൃഷികൾക്കൊപ്പം നട്ടിരിക്കുന്നത്, പരസ്പരം വളം നൽകി വളരാനുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ, അത്തരം ഒരു നല്ല സാഹചര്യത്തിൽ നിന്നിട്ടും ഫലം നൽകിയില്ല എന്നുള്ളതാണ് ആ അത്തിമരത്തിന്റെ പ്രശ്നം. നമ്മൾ പലപ്പോഴും ദൈവം നൽകിയിരിക്കുന്ന സാഹചര്യങ്ങൾ ഫലം നൽകാനായിട്ട് നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ട്. പക്ഷെ ക്രിസ്തുവിന്റെ ജീവിതം ഒന്ന് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ, ജന്മമെടുക്കാൻ പോലും ഒരിടമില്ലാത്ത ഒരു കുഞ്ഞ്, ആ രാത്രിയിൽ തന്നെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യേണ്ടി വന്നു. പിന്നെ കുടുംബത്തിലെ അപ്പന്റെ അകാല മരണം, അങ്ങനെ തുടങ്ങുന്നു, ഒടുവിൽ കുരിശുമരണം. സത്യത്തിൽ ഇതായിരുന്നു മുന്തിരിത്തോട്ടം എന്ന് പറഞ്ഞാൽ തന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ. ആ സാഹചര്യങ്ങൾക്കിടയിലാണ് ക്രിസ്തു ഫലം പുറപ്പെടുവിക്കുന്നത്. നമ്മുടെ പ്രശ്നം, നമ്മൾ സാഹചര്യങ്ങളെ പഴി പറഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം, എൻ്റെ കുടുംബം ഇങ്ങനെയാണ്, എൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്. പക്ഷെ ഫലം പുറപ്പെടുവിക്കാനായിട്ട് നമുക്ക് മറ്റൊരു സാഹചര്യം ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് സത്യം. നിങ്ങൾ എവിടെയാണോ നിങ്ങളെ നട്ടിരിക്കുന്നത് അവിടെ വളരുക. ബ്ലൂം വേർ യു ആർ പ്ലാന്റഡ്. അതാണ് ഈ അത്തിമരത്തിന്റെ കഥ. മുന്തിരിത്തോട്ടത്തിലാണ് നട്ടതെങ്കിൽ അവിടെ വളരുക. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളിൽ തന്നെയാണ് നമ്മൾ ഫലം പുറപ്പെടുവിക്കേണ്ടത്. ഈ സാഹചര്യങ്ങളെല്ലാം മാറി മറ്റൊന്നുണ്ടാകില്ല. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു അതിജീവനമാണ്. ജീവിതത്തിന്റെ സാഹചര്യങ്ങളെ അതിജീവിച്ച് ഫലം പുറപ്പെടുവിക്കുക. ഈ അതിജീവനം തന്നെ സ്നേഹനിർഭരമായ, സൗമ്യമായ, വിശുദ്ധീകൃതമായ, കുരിശിൽ അധിഷ്ഠിതമായ ഇതിന്റെ അതിജീവനം തന്നെയാണ് ജീവിതം. ആ ജീവിതമാണ് നമുക്ക് ഫലം പുറപ്പെടുവിക്കാനായിട്ടുള്ളത്. ഈ ഫലത്തിലേക്ക്, സാഹചര്യത്തിന് അതീതമായ ഒരു ഫലത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാം.